ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ചൂരമീൻ അച്ചാറിൻ്റെ റെസിപ്പിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചൂരമീൻ എടുക്കുന്ന സമയത്ത് വെള്ളച്ചൂര അല്ലെങ്കിൽ അഥവാ കേരച്ചൂര എടുക്കാൻ നോക്കുക. അതിന് നല്ല സോഫ്റ്റുമാണ്, നമുക്ക് എപ്പോഴും ഭയങ്കര ടേസ്റ്റും കിട്ടും. എപ്പോഴും എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷായിട്ടുള്ള ചൂരമീൻ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മീൻ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് എടുത്ത് വെട്ടിയതിന് ശേഷം കഴുകി വെള്ളം തോർന്നതിന് ശേഷം മാത്രം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കരിവേപ്പിലയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം മാത്രം വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ ഫ്രൈ ചെയ്തെടുക്കുക. നമുക്കെപ്പോഴും വെളുത്തുള്ളിയും ഇഞ്ചിയും, അതായത് 1 കിലോ മീനിന് 100 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം പച്ചമുളക്. ഞാൻ പച്ചമുളക് ഇവിടെ ചേർത്തിട്ടില്ല, ഞാൻ എപ്പോഴും ഈ മുളക് അല്ലെങ്കിൽ കുരുമുളക് ഇതാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് എണ്ണയിൽ കുഞ്ഞായിട്ട് അരിഞ്ഞ് വശക്കിയതിന് ശേഷം അങ്ങനെ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അരച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും അരച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. വിനാഗിരി ഒഴിച്ച് അരച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യും. എന്നിട്ട് എണ്ണയിൽ കടുക്, ഉലുവ, കറിവേപ്പില എല്ലാം ഫ്രൈ ആക്കിയതിന് ശേഷം ഈ വെളുത്തുള്ളി ഇഞ്ചിയും നല്ലപോലെ വശക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്യും. എന്നതിന് ശേഷം നന്നായിട്ട് വശക്കണം. ഈ ഒരു കളറ് ചേഞ്ച് ആവണം. നമ്മൾ ആ വെള്ള കളറ് മാറി നല്ലൊരു ഗോൾഡൻ കളർ പോലത്തെ ഒരു ഫീല് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. അപ്പോൾ ഇതെപ്പോഴും ഒരു ക്ഷമയോടുകൂടി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് സമയവും വേണം, സമാധാനവും വേണം. അപ്പോൾ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം നല്ലതായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് കഴിയാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഈ വറുത്ത് വെച്ച മീനിനെ ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് ഉപ്പോ അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയുടെയൊക്കെ കുറവുണ്ട്, വിനാഗിരിയുടെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക. എപ്പോഴും നമ്മൾ വിനാഗിരി വലുതായിട്ട് യൂസ് ചെയ്യാൻ നോക്കാതെ കുറച്ച് അളവിൽ മാത്രം ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3-4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഞാൻ ഒരു ദിവസം ഫുൾ, ഒരു മണിക്കൂറല്ല, ഒരു ദിവസം ഫുൾ വച്ചതിന് ശേഷം മാത്രമേ സപ്ലൈ ചെയ്യാറുള്ളൂ. മീനച്ചാറിൻ്റെ മണം മീനിൻ്റെ ഫ്രൈ ആക്കുന്ന സമയം തന്നെ വന്ന് നിന്നിട്ട് ഓരോ കഷ്ണമായിട്ട് എടുത്ത് പോവാറുണ്ട് മക്കളും ഹസ്ബൻഡും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ, ബൈ.